കടലിന്റെ പുറ്റാ, പുറ്റ് കണ്ടോ. എന്താ ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല, കടലപ്പുറത്തെ ഏരിയയിലാണ്. അങ്ങനത്തെ പുറ്റുകൾ വരുന്നു. ഒത്തിരി ദൂരമില്ല, പക്ഷെ ഇവിടെ കണ്ടു നിരപ്പാന്നല്ലേ പറഞ്ഞത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതേപോലെ പുറ്റാന്നറിയുന്നല്ലേ. നമുക്ക് എന്ത് രസമുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മളോർത്ത് തന്നെ എന്തോ തരിശു ഭൂമി ചുമ്മാ കടലിറങ്ങിപ്പോയതായിരുന്നു അല്ലേ. അപ്പോൾ ആലോചിച്ചു, പണ്ട് ഇവിടം വരെ ഉണ്ടായിരുന്നതെന്നോ തോന്നുന്നു കടല് അല്ലേ. ഇത്രയും പുറ്റ് വരണമെങ്കിൽ അല്ലേ. അത് തന്നെ. അതുകൊണ്ട് ചെറിയ മള കണ്ടോ. മളയല്ലേടാ, മാളം. നമ്മളൊക്കെ കല്ലാണ് അല്ലേ, കല്ല് പോലെ തോന്നുന്നേ. പുറ്റാന്നുള്ളത് അത് ഈ അടുത്ത് വന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പുറ്റാന്നുള്ളത്. ഫുള്ള് പാറയാന്ന് ചിന്തിക്കും അല്ലേ. എന്ത് രസം എൻ്റെ മുന്നേ. എല്ലാം പുറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർത്ത് വലിയ പാറയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ എങ്ങനെ പാറ വരുന്നതിന്. പക്ഷെ പുറ്റാന്ന് ഇവിടെ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക്, നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പുറ്റാന്നല്ലേ. ഓ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുകയുള്ളെന്ന് തോന്നി ഇനി വീണ്ടും അല്ലേ. ഫോറസ്റ്റ് ഏരിയ വെച്ചാൽ എന്ത് പണി ഇതിനകത്ത് പോയാലേ. അവർ എല്ലാം പിടിച്ചടക്കി വെക്കുന്നുണ്ട്, പക്ഷെ 4 മൂലയും കെട്ടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇതിനകത്ത് എന്നാ ചെയ്യാനാ. ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യണ്ട. പഴയ ഇതാന്ന് പറഞ്ഞ് ചെറിയൊരു ഇതാക്കി എടുക്കണം. പിള്ളേർക്ക് കളിക്കാനുള്ള തോട്ട് നോക്കി ബാക്കി ടൂറിസ്റ്റ് ഏരിയ ആക്കി എടുക്കും. ഈ പുള്ളി വേസ്റ്റെല്ലാം പിറക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ആ ഭൂമിയൊക്കെ നല്ല ഇതിൽ നോട്ട് ചെയ്യുവാണല്ലോ, നല്ല വരുമാനം. ആ ഗുഹ അടിപൊളിയാണല്ലോ. അങ്ങനെ ഒരു സംഭവം കണ്ടേ ഇല്ലല്ലേ. കുഞ്ഞ മക്കളെ അടക്കുന്ന സ്ഥലമാണ്. ഒരു ഗുഹ കണ്ടു, ഒരു കുഴി. വെള്ളം കയറി അടിച്ചു പോകുന്ന ഇങ്ങനെ പുറ്റ് വരത്തില്ലേ, അതിങ്ങനെ വേസ്റ്റൊക്കെ ആൾക്കാർ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അടിയിലേക്ക് അതിൻ്റെ അങ്ങേ അറ്റം വരെയുണ്ട് കുഴി. അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ ആ കുഴിയുടെ വാക്കിയത് കണ്ടോ.
ഫുള്ള് കുഴിയാ, അതിനകത്തോട്ട് വലിയ കുഴിയാ. ആ ഉണ്ടോ? പുറ്റാ ഇത് 4 ചുറ്റും. ഈ കുഴിയുടെ അപ്പുറത്തെ സൈഡിലോട്ടുണ്ട് കുഴി. അങ്ങോട്ട് പുറ്റാണ്, ഫുള്ള് പുറ്റ്. വെള്ളം ഇറങ്ങിപ്പോയതാണ്. കടൽ താഴേക്ക് വലിഞ്ഞപ്പോൾ ഉള്ള പുറ്റുകളല്ല. ഉണ്ടോ? നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ പാറ പോലെ തോന്നും, പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോൾ എത്ര ഇതാണ് ചിന്തിച്ച് നോക്ക്. ഇതെല്ലാം ഫുള്ള് പുറ്റ. അതാ കണ്ടോ, ഇതെല്ലാം കടലിൽ കടന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ആണോ? ഫുള്ള് പുറ്റ്. അടിപൊളി തന്നെയാണ് ഇതിന്. ഫുള്ള് ഗുഹ പോലെ കിടക്കും. എല്ലാവരും തല്ലിക്കൊണ്ടിട്ടാൽ പോലും അറിയില്ല. അതുപോലത്തെ കുഴികളാണ്. ഉണ്ടോ കുഴി? ഉള്ളിലേക്കുണ്ട്, അതിനകത്ത് കറക്റ്റ് കിട്ടൂല. ഉണ്ടോ ഇങ്ങനെ കുഴിയാകുമ്പോഴത്തേക്ക്. ഇവിടെ അതുപോലെ തന്നെ പുറ്റ, ഫുള്ള് പുറ്റ. അതെ, നമ്മൾ താമസിക്കുന്നുണ്ട് ആ ഏരിയ. ആ ഏരിയ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്ന വെറും കല്ലാന്ന് തോന്നും. പാറയാണ്, വലിയ പാറയാണ്. ഇതുണ്ട്, ഇതുപോലത്തെ തന്നെ വലിയൊരു കുഴിയാണ് ഇത്. അടുത്ത കുഴി കണ്ടോ? അടുത്ത കുഴിയാണ് അതും. അതുപോലെ തന്നെ താഴേക്ക് ഭയങ്കര ഒരു കുഴിയാണ്. ഭയങ്കര ഒരാളാണ് കേട്ടോ. അതിനകത്തൂടെ സുഖമായിട്ട് കയറി പോകും കേട്ടോ ഉള്ളിലേക്ക്. താമസക്കാരുണ്ടോ അതിനകത്ത്? മറ്റേ ഈ സ്വാമികളൊക്കെ താമസിക്കുന്ന നല്ലൊരിതായിരുന്നു അല്ലേ? സെറ്റ് സാധനമായിരുന്നു. അതെല്ലാം അവന്മാർ വേസ്റ്റ് ഇട്ട് നശിപ്പിച്ച് വെച്ചു. അതിൻ്റെ അറ്റം ഇങ്ങോട്ട് അതുകൊണ്ട് ഈ കാണുന്ന കുഴിയുടെ അറ്റത്തോട്ട് ഇതുണ്ട്. ഇവിടുന്ന് പോരുന്ന വരുന്നുണ്ട്. ഇതെല്ലാം പുറ്റാ കണ്ടോ? ഇതുണ്ടോ? ആ കുഴിച്ചു വെച്ചിരിക്കുന്നതല്ല അത്. എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ആവുന്നതായിരിക്കും. അല്ല, അത് വെട്ടിയതാന്ന് തോന്നുന്നല്ലേ? ആ, ചെത്തി വെട്ടി വെച്ചേക്കുന്നത്. കിണർ പോലെ ഇരിക്കുന്നല്ലേ? അതിനകത്ത് സെറ്റ് സാധനമുണ്ടല്ലോ. ആ സൈഡ് രണ്ടും വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്തൂടെ കയറി ഇതിനകത്ത് വരാൻ തോന്നുന്നല്ലേ? അത് സത്യം. നേരെ അതിനകത്തൂടെ നടന്ന് ഈസി ആയിട്ട് കണ്ട് ഇപ്പുറത്ത് വരാം കണ്ടോ? അതുകൊണ്ട് ഇപ്പുറത്തും വന്ന് ചാടാം, അപ്പുറത്തോട്ടും കൊണ്ടു. ഇതുണ്ട്, ഇപ്പുറത്തോട്ടും ഉണ്ട് ഹോള് കണ്ടോ? ആ ഹോളാതെ ഇതുണ്ട്. ഇവിടുന്ന് ഇറങ്ങി ഇതുണ്ട്. അതിൻ്റെ അപ്രാവശ്യം ഇപ്രാവശ്യം ഞാൻ സെറ്റ് സംഭവം കണ്ടോ? ഇതുണ്ട്. ആ കുഴി കണ്ടതിൻ്റെ സൈഡാ കാണിക്കുന്നത് കണ്ടോ? അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഇവിടെ കൊണ്ട് കല്ലെല്ലാം തട്ടിയേക്കുന്ന പൊളിച്ചിട്ടേക്കുന്നതാന്ന് തോന്നുന്നു. അല്ല, കെട്ടിടം അല്ലേ? എവിടുന്നൊക്കെ കെട്ടിടം പൊളിച്ചു കൊണ്ടിട്ടേക്കുന്ന വേസ്റ്റ്. സെറ്റ് മരമൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം വെള്ളപ്പാത്തികളാണ്. നമുക്ക് സാധനം വിട്ടേക്കാം.
ഡെയിലി ഇറങ്ങി പോകുന്നു. ഇപ്പം കയറി ഇറങ്ങി വന്ന് നീ കയറി പോകുന്നു. പിടിക്കും പിടിക്കും അമ്മേ. നമ്മുടെ അയൽവക്കംകാരൻ വന്ന് ഒരുത്തം കിടപ്പുണ്ട്. ഇതേടെ കണ്ടോ കിടക്കുന്നേ കിടപ്പ്. സർക്കാർ തന്നെ ഇത് ചെയ്തതാ. സർക്കാർ തന്നെ ഇതിൻ്റെ എൻട്രി ഇത് ചെയ്തതാണ്. ഇതൊരു ടൂറിസ്റ്റിൽ എന്തോ ഇത് ചെയ്തതാണ്. പക്ഷെ അത് വിജയിച്ചില്ല ആണ്. അതുകൊണ്ട് ഇത് ഓരോരുത്തർ ഓരോ ഒരു ചതുരത്തിൽ 1, 2, 3, 4, 5 എൻട്രി ഇതിന് വെച്ചിട്ടുണ്ട്. ആണ്ട് അതും അത് തന്നെ, അതേ സെയിം, അതേ ആ കുഴി അപ്പുറത്തെ കുഴി കണ്ടോ. അത് കാത്തു വെക്കും. ഇനി അവന്മാരും അറിയില്ല, അവന്മാരെ പിടിച്ചാണ്. ആ കുഴി എടുക്കുന്നില്ല, അവരങ്ങല്ലേ ഇരിക്കുന്നു. അത് ആത്ത് വെക്കും. വീഡിയോ പിടിച്ച് പൊക്കിക്കൊണ്ട് ഇത് വലിയ കുഴിയായിരുന്നു തോന്നുന്നു. മുഴുവൻ മൂടിയതാ അല്ലേ, മുഴുവൻ മൂടി. ആ ഇതുപോലെ മൂടുവാണെ കുഴപ്പമില്ല. ആ കുറേ വേസ്റ്റുകളൊക്കെ വേണ്ടി ഈ കുഴി മൂടിയിട്ടുണ്ട്. ഇത് ഭയങ്കര കുഴി, അത് കയറി വരെ പോലും നടക്കത്തില്ല. ഭയങ്കര ഒരു കുഴിയാണ്. പിന്നെ അങ്ങ് നോക്കിക്കോ, ഇങ്ങോട്ട് വന്നേ. ഭയങ്കരം കേട്ടോ, കണ്ടോ ഉള്ളിലേക്ക്. കണ്ടോ രാവിലെ വന്നെടുക്കണം. ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അതുപോലത്തെ കുഴിയാണ്, അത് മൂടി കുറച്ച് ഭാഗം. ഉണ്ടോ അതുപോലെ ചെത്തി എടുത്തേക്കുക. ഒരു സർക്കാർ തന്നെ ഇത് ചെയ്തതാണ്. പക്ഷെ ഇതെന്തുകൊണ്ട് ഇതാക്കിയില്ലെന്നാണ്. ഇതാണ് സോമനാഥ് അമ്പലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥ നല്ലതല്ല, ചെറുതായിട്ട്. ഇതെല്ലാം ശ്മശാനമാണ്, ശ്മശാനം. കുറച്ച് ആൾക്കാരുടെ വലയൊക്കെ നെയ്യുന്നുണ്ട്. വല നെയ്ത്തുകാർ വല നെയ്യും. ഗ്രൗണ്ട് ഇത് വലിയൊരു ഗ്രൗണ്ടാണ്, കുഞ്ഞുങ്ങളൊക്കെ കളിക്കാൻ വലിയൊരു ഗ്രൗണ്ട്. പക്ഷേ ഇത് സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത് മതിലൊക്കെ കെട്ടി. കണ്ടോ മതിലെല്ലാം കെട്ടി വരുക. ചുറ്റുമതിൽ കെട്ടി സർക്കാർ ഭൂമിയാണ് ഇത്. സർക്കാർ ഏറ്റെടുത്ത് ഇനി മതിൽ കെട്ടി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണോ ഇതിനൊന്നൊരു പിടുത്തമില്ല. അതാണ് നമ്മൾ താമസിക്കുന്ന വീട് കെട്ടിടം. ഒത്തിരി ദൂരെയല്ല, ഇത് വേണ്ടത്. ഇത് ഈ കെട്ടിടമാണ് നമ്മൾ താമസിക്കുന്നത്. ഈ കാണുന്ന എല്ലാ ശ്മശാനമാണ്. കുഞ്ഞുമക്കളെ മാത്രം അടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ അടുത്ത വ്ലോഗിൽ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അടുത്തതിൽ ഞങ്ങൾ ഡീറ്റെയിലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മളിപ്പം 7 മണി ആയിട്ടുണ്ട്, 7-7:30 ആയിട്ടുണ്ട് സമയം. എന്നിട്ടും ഇവിടെ നല്ല പ്രകാശമുണ്ട്. ഇരുളൊന്നും വീണിട്ടില്ല. നമ്മുടെ അവിടെ 5:45 ആകുമ്പോൾ എല്ലാം വേസ്റ്റിട്ട് നശിപ്പിച്ചേക്കാണ് ആൾക്കാർ. ഇതെല്ലാം കുഞ്ഞുമക്കളെ അടക്കുന്ന സ്ഥലമാണ്. ഇവരുടെ പ്രത്യേക രീതിയിലാണ് ഇവർ അടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇരുത്തിയ കുഞ്ഞുങ്ങളെ അടക്കുകയുള്ളൂ ഇവർ. കാർവാന്ന് പറയുന്ന ആൾക്കാരാണ് ആ
രൂപ കമ്മിറ്റി. നമ്മുടെ നാട്ടിൽ പറയുവാണെങ്കിൽ ഇത് മുഴുവനും ഇതൊക്കെ ഇടിച്ച് നിരത്തുമെന്ന് പറയുന്നു, അറിയത്തില്ല. ഇത് കടൽ, ഇത് കണ്ടു, ഇത് കണ്ടു, ഇതെല്ലാം ശ്മശാനമാണ് ഓരോരുത്തർ. ഇത് ഇരുത്തി അടക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡലിന്. ഞങ്ങളിപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ തുടർന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.